വലിയ പേരുള്ള ചിക്കൻ കറികളും ചിക്കൻ ഐറ്റംസും വന്നപ്പോൾ പുറകിലേക്ക് പിന്തള്ളപ്പെട്ടു പോയ നമ്മുടെ ഒരു സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കണേ. ചെറിയുള്ളി ഇടുമ്പോൾ ചിക്കൻ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. ഇത് രണ്ടും ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റി ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. സാധാരണ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് വഴറ്റിയിട്ട് തക്കാളി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ എല്ലോട് കൂടി ചിക്കൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന പോലെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതങ്ങ് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. അപ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ മസാല എല്ലാ ഭാഗത്തേക്കും ആവുമേ. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഗ്രേവി നല്ലപോലെ വേണമെങ്കിൽ ഈ സമയം കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക. ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അടച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കുമ്പോഴത്തേക്കും ചിക്കനിൽ നല്ലപോലെ വെള്ളം ഇറങ്ങി നല്ല ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ചിക്കൻ കറി. ഇനി ചിക്കൻ വെന്തോ നോക്കാം. ഒരു കഷ്ണം എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. ഇത് ഇതുപോലെ വരും. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി റെഡി. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.